ഹായ് ഗൈസ്, ഇന്നിപ്പോൾ ആയില്യം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പം നിൽക്കുന്നത് തൊലവിള രക്തയാമുണ്ടേശ്വരി ക്ഷേത്രം, അതായത് ഞാൻ സ്ഥിരം വരുന്ന അമ്പലം, സ്ഥിരമായി ഡേറ്റിരിക്കുന്ന അമ്പലം. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രാവിലെ ആയില്യത്തിന് പരിപാടികളൊക്കെ ഉണ്ട്, ആയില്യ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നാഗർക്ക് എണ്ണയൊക്കെ ആടി എല്ലാം വൃത്തിയാക്കി എടുക്കണം. രാവിലെ വന്ന് ദേവിയുടെയും ബാക്കി ഉപദേവന്മാരുടെയൊക്കെ നടയൊക്കെ അഭിഷേകവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, മലർ നിവേദ്യം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നേരെ നാഗർക്ക് എണ്ണയാടിയിടാം. അത് കഴിഞ്ഞ് ഒരു 9:30, അതായത് പൂജയെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ നാഗരുടെ പൂജകൾ, ആയില്യ പൂജകൾ തുടങ്ങുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ ഒരു 10:30 ആകുമ്പോഴത്തേനും ഊക്കോട് തമ്പുരാങ്കാവ്, അതായത് വെള്ളായണി ഊക്കോട് തമ്പുരാങ്കാവ് ക്ഷേത്രത്തിൽ അവിടെയുണ്ട് ഇന്ന് ആയില്യം. സത്യത്തിൽ ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് നട തുറക്കുന്നത് പോലും. അപ്പം കുറേ ജോലിയുണ്ട് അവിടെ, എന്തായാലും ഒരു 2 മണിക്കൂർ. അപ്പോൾ 10:30 അവിടെ എത്തിയാലും 11:30, 12:30, ഏകദേശം 12:30 ആകും അവിടുത്തെ ഒരു തീരാൻ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേനും ഏകദേശം 1 മണി സമയമാകും. പിന്നെ ഇത് ഇങ്ങനെ മേട 10 വരെ, 10-ാമതയം വരെ ഇങ്ങനെ പോകും. കാരണം മേട 10 വരെ ഉത്സവ സീസണാണല്ലോ, നല്ല തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൾ ഇന്ന് കുറേ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കേണ്ടിയുണ്ട്. അപ്പം ആ സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വരണം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് തുടങ്ങുകയാണ്. എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ യാത്ര നമുക്ക് ആരംഭിക്കാം. അങ്ങനെ നമ്മുടെ തോട്ടത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ ആയില്യമൊക്കെ കഴിഞ്ഞു. കണ്ടില്ലേ, ആയില്യത്തിന് എല്ലാം ഒരുക്കി മംഗളമായിട്ട്, അല്ല ഒരുക്കിയല്ല, പൂജ കഴിഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ നേരെ ഊക്കോട് തമ്പുരാങ്കാവ് ക്ഷേത്രത്തിലോട്ട് പോകണം. മണി ഇപ്പോൾ ഏകദേശം 10:15. ഇപ്പോൾ നേരെ അവിടെ പോവുക. അവിടെ ചെന്നിട്ട് ഏകദേശം ഒരു 11:30, 12 മണിക്കെല്ലാം തീർത്തേച്ച് നമുക്ക് പർച്ചേസിങ് ഉണ്ട് കുറച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ വിടാം. നമ്മളങ്ങനെ ഊക്കോട് തമ്പുരാങ്കാവ് ക്ഷേത്രത്തിലെത്തി. സത്യത്തിൽ ഞാൻ ഈ ക്ഷേത്രം നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മൊത്തം ഞാനിന്ന് പരിചയപ്പെടുത്തിയതാണ്. ഇവിടെ പിന്നെ ഞാൻ ഈ പറയാൻ വന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അതാണ് നാഗരുടെ കേട്ടോ. നേരത്തെ നാഗർക്ക് ഇങ്ങനെ ചുറ്റിനും കെട്ടിയിട്ടൊന്നുമില്ലായിരുന്നു, വെറുതെ ഇങ്ങനെ നാഗരുടെ ഒരു പ്രതിഷ്ഠ അവിടെ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളായിരുന്നു. ഇപ്പം നല്ലതായിട്ട് കമ്പിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് മുകളിൽ ഷീറ്റും ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതുകൊണ്ട് ആ കയറ്റം കണ്ടോ, എൻ്റെ വണ്ടി ഇതാ എന്നും വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് ഈ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കഥ ഞാൻ പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ കുറച്ച് ഒരു ബാത്റൂമിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് അവർ തുടങ്ങിയതാണ്, പക്ഷെ സംഭവം നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടോ. ഇത് ബാത്റൂം ഇവിടെ ഏകദേശമൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുക. ഞാൻ എന്തായാലും ആയില്യം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതുകൊണ്ടില്ല, ഇതൊരു ഊക്കോട് തമ്പുരാൻ കാവെന്നാണ് ഇത് വിളിക്കുന്നത്. ഇത് മനോഹരമായൊരു കാവാണ് കേട്ടോ, നല്ല പ്രകൃതി ഭംഗിയാണ്. ഇഷ്ടം പോലെ വെള്ളമൊക്കെ, വെള്ളം എന്ന് പറഞ്ഞുണ്ടല്ലോ നല്ല പനിനീര് പോലത്തെ വെള്ളമാണ്. അയ്യോ, ഇന്നെന്തായാലും നല്ല ക്ഷീണിച്ച് ഞാൻ. ഇവിടെ ഗണപതി ഉണ്ട്, നമുക്ക് ഇതുവഴി ഒന്ന് വലം വെച്ച് വരാം കേട്ടോ. നല്ല സൗകര്യമാണ് കേട്ടോ, നല്ല ഗ്രാമപ്രദേശം, താഴെ വാഴത്തോപ്പും കാര്യങ്ങളും. അതുകൊണ്ട് അവിടെ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ ശിവനെ പ്രദക്ഷിണം വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഓവ് മറികടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചങ്ങലയൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ശിവന് ഗംഗാദേവിയുടെ സങ്കല്പം ഉള്ളത് കൊണ്ട് ഓവ് മറികടക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ഇവിടെ ഭഗവാന്റെ നേരെ മുന്നിലായിട്ട് നന്ദി വാഹനത്തിന്റെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ഇതാ ശ്രീകോവില് കേട്ടോ, പ്രധാന ദേവന്റെ. സത്യം പറഞ്ഞാൽ ഞാൻ നട തുറന്നിട്ടില്ല, നട തുറക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഒന്ന് ഷൂട്ട് ചെയ്യാവുന്ന. ഇപ്പൊ ഏകദേശം സമയം 12:30 മണി കഴിഞ്ഞു. സത്യത്തില് ഇപ്പോ ആയില്യം കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഊക്കോട്ട് നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു മുമ്പ് ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു, ഞാനൊരു സൂത്രം പറഞ്ഞു തരാമെന്ന്, ഇതിൻ്റെ കഥ എന്തെന്നുള്ളത് പറഞ്ഞു തരാമെന്ന്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല കുത്തൊരു കയറ്റമായിരുന്നു കേട്ടോ. ഈ കമ്പിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഒരു സ്കൂട്ടർ ഇവിടെ ഇരിപ്പുണ്ട്. സത്യത്തിൽ ഞാൻ നേരത്തെയൊക്കെ ഈ സ്കൂട്ടർ ബൈക്കായിരുന്നു, അപ്പം ഞാൻ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വന്നിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏകദേശം റോഡിൽ നിന്ന് എത്ര ഹൈറ്റ് കാണും ഇതിന്? 100 മീറ്ററോളം വരും. 100 മീറ്ററോളം ഹൈറ്റിലാണ്. അപ്പൊ 100 മീറ്ററോളം ഹൈറ്റിലാണ് ഈ സംഭവം റോഡിൽ നിന്നുള്ളത്. അപ്പൊ ഇത്രയും കുത്ത് കയറ്റം 100 മീറ്റർ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇദ്ദേഹം പറഞ്ഞു തന്ന ദൂരം അല്ല, ഇറക്കം, ഹൈറ്റ് ഇവിടുത്തെ ഒരു 1.5 അടി 2 അടിക്കകത്ത് 1.5-2 അടിക്കകത്ത് ഹൈറ്റ് ഉള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ കിഴുക്കാന്തൂക്കായിട്ട് കിടന്ന ഒരു സ്ഥലമാണ്. ഇവിടുന്ന് നമ്മളിലെ സർക്കസ് അഭ്യാസം പോലെ പണ്ട്
വണ്ടി ഇറക്കിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നത്. അതിപ്പോ എന്താണ്ട് ഇവിടെ അടിപൊളിയായിട്ട് എല്ലാം ചെയ്തിട്ടിട്ട് ഇദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, പുള്ളിക്കാരന്റെ നിർബന്ധ പ്രകാരമാണ് ഞാൻ ഈ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വെച്ചു. ഇനി തിരിച്ച് ഈ വണ്ടി കയറ്റാൻ പറ്റിയില്ലെങ്കിൽ ഓണ്ടേ നമ്മുടെ ഇദ്ദേഹത്തിന്റെ പേരെന്താ ഞാൻ മറന്നുപോയി, രഘു. അദ്ദേഹവും അദ്ദേഹം കൂടെ ഇത് തലേ ചുമ്മി വണ്ടി അവിടെ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉറപ്പിന്റെ പുറത്താ ഞാൻ ഇപ്പൊ ഇറക്കിക്കൊണ്ട് വന്നത്. ഈ കുത്ത് കയറ്റം ഞാൻ ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തിരിച്ച് അങ്ങോട്ട് പിന്നെ കയറ്റിക്കൊണ്ട് വേണം പോകാനായിട്ട്. പണ്ട് ഞാൻ ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം മറ്റേ എന്റെ ഏതായിരുന്നു മറ്റേ പ്ലാറ്റിന ബൈക്ക്, അല്ല ഒരു പ്രാവശ്യം ഞാൻ വീടാൻ പോയി. അത് മഴ സമയമായിരുന്നു. മഴ സമയത്ത് പോറ്റി ഇറക്കി ഞാൻ കണ്ടോ, ഞാനൊരു സാഹസികനാണ് കേട്ടില്ല. അപ്പൊ ഇതിലും ഗതികേടായിട്ട് കിടന്നപ്പോ ഞാൻ ഇറക്കി വന്നിട്ടുണ്ട്. ഒരു മാസം കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഇത് സാഹസമല്ല, അടുത്ത ആയില്യത്തിന് മുമ്പ് ഇത്രയും കോൺക്രീറ്റ് ചെയ്തിടും. അപ്പൊ അടുത്ത ആയില്യത്തിന് മുമ്പ് ഇത്രയും കോൺക്രീറ്റ് ചെയ്തിടും. ഇപ്പം അന്ന് ഞാൻ ഒരു പ്രാവശ്യം എന്തോ ഇതുപോലെ ഇറക്കിക്കൊണ്ട് വന്ന സമയം സ്ലിപ്പായി പോയി. അല്ല, ഞാൻ ഇറക്കിക്കൊണ്ട് സ്ലിപ്പായത് പിന്നാണ് ഞാൻ മോളി വെക്കുന്നത് വണ്ടി. അപ്പൊ ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ വണ്ടി ഇറക്കിക്കൊണ്ട് വന്ന സമയത്ത് സ്ഥിരം ഇറക്കിക്കൊണ്ട് വരുമായിരുന്നു. മഴ പെയ്ത് നല്ല പായൽ പിടിച്ചു കിടക്കായിരുന്നു കേട്ടോ. അന്നേരം എന്ത് പറ്റിയെന്ന് അറിയാമോ, വണ്ടി ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി. ഞാൻ വീണില്ല, എങ്ങനെയോ രക്ഷപ്പെട്ടു. അപ്പൊ അത് മുതൽ ഞാൻ എന്ത് ചെയ്തു, വണ്ടി ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരുന്നത് നിർത്തിയിട്ട് അവിടെ തൊട്ട് മുകളിൽ തന്നെ വണ്ടി വെച്ചോണ്ടിരുന്നത്. ഇപ്പം വീണ്ടും എനിക്ക് വേണ്ടിയിട്ട് തന്നെ റോഡ് ഇതെല്ലാം ശരിയാക്കി സെറ്റ് ചെയ്തതുകൊണ്ട് അവിടെ കണ്ടില്ലേ കമ്പിയൊക്കെ പിടിപ്പിച്ചേ. ഇപ്പൊ ഇറക്കം ഒരു 25 മീറ്റർ 25 മീറ്റർ ഇതാണ്ടേ ഇറക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം 25 മീറ്ററേ വരത്തുള്ളൂ. അവിടെ കമ്പിയൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് പിടിച്ചിറങ്ങി വരാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു വെച്ചിട്ടുണ്ട്. അയ്യോ, അപ്പൊ ഇനി ഞാൻ നേരെ മേപ്പോട്ട് പോട്ടെ, കാരണം കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നേരെ പോത്തീസിലോട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് സാധനം വാങ്ങിച്ചുകൊണ്ടു വീട്ടിൽ പോകാൻ. സത്യം പറഞ്ഞ ആകെപ്പാടെ വട്ടായി കേട്ടോ ഇന്നത്തെ ദിവസം. അതിന്റെ ദിവസം മിക്കവാറും ഒക്കെ വട്ടാണ്. ഇന്ന് പ്രത്യേകിച്ചും കുറച്ച് കൂടുതൽ വട്ടായിപ്പോയി, കാരണം ഇന്ന് നല്ല തിരക്കായിരുന്നു. രണ്ടിടത്തും, ഇവിടെയായിരുന്നു, തോട്ടത്തും നല്ല തിരക്കായിരുന്നു. അപ്പൊ ഇനി എന്തായാലും നമുക്ക് പർച്ചേസിംഗ് ആയിട്ട് പോകാം. ഞാൻ ഇപ്പൊ വണ്ടി കയറ്റി നിന്ന് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ രണ്ടും കൽപ്പിച്ച് വണ്ടി എടുത്തോണ്ട് പോകാൻ പോവാണ്. എന്തായി തീരും കഥ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ദൈവമേ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പറയുന്ന ധൈര്യം തന്നെ കേട്ടാ. എന്തായാലും എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ തലേ ചുമ്മിക്കോട്ട് കേട്ടി തരാം. അതുകൊണ്ട് എനിക്കൊരു ധൈര്യം കേട്ടില്ല. അങ്ങനെ വെള്ളാണി പോത്തീസിലെത്തി. സത്യം പറഞ്ഞാലേ ഈ വെള്ളാണി പോത്തീസ് വന്നത് വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് പർച്ചേസിങ്ങിനൊക്കെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ്. ഇതുകൊണ്ട് വിശാലമായ ഒരു ഷോറൂമാണ്. അയ്യോ, ഇനിയിപ്പോൾ ഇതിനകത്ത് കയറി കുറേ സാധനം വാങ്ങിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. സത്യം പറഞ്ഞാൽ അതിനകത്ത് കയറിയിട്ട് വേണം സമാധാനത്തിൽ കുറച്ച് AC കൊണ്ടൊന്ന് നിൽക്കാനായിട്ട്. എന്നാ ചൂടെന്നറിയാമോ, ഇന്നലെയൊക്കെ ഒരുമാതിരി മഴ പെയ്തെങ്കിലും നമുക്ക് അങ്ങോട്ട് തണുത്തിട്ടില്ല. ചൂട് വന്നപ്പോഴത്തേനും നല്ല ചൂടായി തുടങ്ങി. നമുക്ക് എന്തായാലും ഇനിയിപ്പം നേരെ ഇതിനകത്തോട്ടൊന്ന് കയറി സാധനമെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാം. അയ്യോ, ഇതിനകത്തോട്ട് കയറാൻ വന്നപ്പം ഞാനത് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ഗൈസ്, വരുന്ന വഴിക്ക് 2 പ്രാവശ്യം എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയി. ആദ്യം വെള്ളായണി വെച്ചും പിന്നെ താണ്ട നമ്മുടെ നേമത്തെ പെട്രോൾ പമ്പിൻ്റെ അവിടെ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ എന്ത് ചെയ്യട്ടെ എന്തോ. പുള്ളി പറഞ്ഞത് എന്തോ ഒരു അഡാപ്റ്റർ എന്തോ പോയെന്നാണ് പറഞ്ഞത്. ഞാൻ ഇനിയിപ്പോൾ എന്തായാലും അത് ശരിയാക്കി തന്നാ. ഈ സാധനമാണ് പോയത്, അത് ലൂസാണെന്നാണ് പറഞ്ഞത്. ഇനി എന്തായാലും ഞാൻ സത്യം പറഞ്ഞാൽ നന്നായിട്ട് കുഴപ്പി. നേരെ പിന്നെ ഇതാണ്ട് ഇവിടെ ഗോതമ്പ് പൊടിക്കുന്ന സ്ഥലത്തെത്തി. വണ്ടി ശരിയായി കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ കയറി ഗോതമ്പും പൊടിപ്പിച്ചോണ്ട്, ഇതാണ് നമ്മൾ സ്ഥിരം ഗോതമ്പ് പൊടിക്കുന്ന സ്ഥലം, BB ഫ്ലവർ മില്ല്. അയ്യോ, ചാക്കിനകത്ത് എല്ലാം കൂടെ കെട്ടി വെച്ചിരിക്കുക. ഇനി അതിനകത്തുനിന്ന് ഗോതമ്പ് മാത്രമായിട്ട് തപ്പിയെടുക്കണം.
മാമി ഇറങ്ങി വന്നു. ഇനിയിപ്പം പുള്ളിക്കാരി ഞാനേ ഇത് മാറ്റി കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് എല്ലാം കൂടെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഞാൻ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ വണ്ടിക്കകത്തോട്ട് മാറ്റിയെടുത്തു. അയ്യോ, ഇത് ഒരു ചെറിയ പ്രശ്നം പറഞ്ഞാൽ ഈ പോത്തീസിലെ കവറ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കവറ് ശരിക്കും ഗോതമ്പൊക്കെ ഇട്ടിരിക്കുന്ന കവർ എന്ന് പറഞ്ഞാൽ അവരെ കറക്റ്റ് അളവിലുള്ളതാണ്. അപ്പൊ ഇത് പൊടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ തിരിച്ച് ഇതേ കവറിനകത്ത് ഇടുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അത് സ്റ്റിക്കറൊക്കെ വെച്ച് ഒട്ടിച്ച് റെഡിയാക്കിയാ തരുന്നത്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു കുഴപ്പമില്ല, ആ ചാക്കിനകത്ത് തന്നെ പൊടിച്ചങ്ങിടാവെന്ന് പറഞ്ഞു കേട്ടോ. അത് സൗകര്യമായി. ആണ്ട പുള്ളിക്കാരി ആ കവറങ്ങ് വലിച്ചങ്ങ് കീറി. അയ്യോ, അതിനകത്ത് ഇടാൻ പറ്റൂല. ഓക്കെ, മതി, ചാക്കിനകത്ത് തന്നെ മതി. സത്യം പറഞ്ഞാലേ എനിക്ക് ഈ പൊടിക്കുന്ന മില്ലിൽ വന്നിന്നേ അരി പൊടിക്കുന്നതും ഗോതമ്പ് പൊടിക്കുന്നതും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ മിഷൻ്റെ ഒക്കെ ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതമാണ് കേട്ടോ. നമ്മുടെ ഗോതമ്പ് തോന്നുകൊണ്ട് അതിനകത്ത് എടുത്തിട്ടിട്ടുണ്ട്. അടിയിൽ ആ സഞ്ചി കണ്ടോ, ബലൂണ് പോലെ വീർത്തിരിക്കുന്നു. അടിയിലത്തെ ഒരു 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 സാധനം, അതിൽ നിന്നാണ് ഗോതമ്പ് പൊടിഞ്ഞ് നമ്മുടെ ചാക്കിനകത്തോട്ട് വീഴുന്നത്. ആ എക്യുപ്മെന്റ്സ് ഒക്കെ കണ്ടില്ലേ? ഇതിന് 2 ബെൽറ്റാണ് കേട്ടോ. അത് ഇപ്പുറത്തെ ഇതിനകത്ത് വിടാം, അപ്പുറത്തെ ഇതിനകത്ത് വിടാം, അങ്ങനെ 2 ബെൽറ്റാണ്. എൻ്റെ അമ്മോ, ഇതിന് ഹൈ പവർ ഇലക്ട്രിക് വർക്കൊക്കെ എനിക്കൊന്ന് 3 ഫേസോ അങ്ങനെ എന്തോ കൂടിയ പവറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇവിടെ അരിയാട്ടും. അമ്മയുടെ ഒപ്പം വന്നു. സത്യത്തിലേ ഇപ്പം മണി 2:30 മണിയായി. സംഭവം എന്തോ നടന്നെന്നുള്ളത് ഇവരും അറിഞ്ഞിട്ടില്ല. കണ്ടോ, പോത്തീസിന്ന് സാധനം എല്ലാം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. അയ്യോ, വേറെ സംഭവം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത്രയും താമസം കൊണ്ടല്ല. അപ്പോ സത്യത്തിലേ ഇന്നിപ്പോ 2 പ്രാവശ്യം നമ്മുടെ വണ്ടി പണി മുടക്കി. ഒരു പ്രാവശ്യം വെള്ളായണിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക്, നമ്മൾ അമ്പലമൊക്കെ കഴിഞ്ഞിട്ട് കയറി വരുന്നേക്ക് വണ്ടി പിന്നെ നിന്നുപോയി. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് വന്ന് പോത്തീസിലൊക്കെ കയറിയിട്ട് നേരെ പെട്രോൾ മേടിച്ചേച്ച് അവിടുന്ന് ഇറങ്ങിയപ്പോഴും വണ്ടി നിന്നുപോയി. ഈശ്വരാദിനത്തിന് 2 സ്ഥലത്തെത്തിയപ്പോഴും പിന്നെ നമുക്ക് പിന്നെ വർക്ക്ഷോപ്പുള്ള സ്ഥലത്താണ് വണ്ടി നിന്നുപോയത്, ഓഫായിപ്പോയത്. അതുകൊണ്ട് 2 വർക്ക്ഷോപ്പിൽ കയറ്റി കാണിച്ച് അത് ശരിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും സംഭവം എന്ന് പറഞ്ഞാൽ ഇതേ സത്യത്തിൽ എൻ്റെ വണ്ടി അല്ല കേട്ടോ, പാട്ട വണ്ടി. ദൈവമേ, എൻ്റെ ബുള്ളറ്റ് ഞാൻ നമ്മുടെ ഒരു സാറുണ്ട്, നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, വിനയൻ സാറെന്ന് പറയും. അപ്പം സാറിൻ്റെ അടുത്ത് ബുള്ളറ്റ് ശരിയാക്കാൻ കൊടുത്തു. അപ്പം ശരിയാക്കാൻ കൊടുത്തപ്പം സാറത് വേറൊരു വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചു, സാറിൻ്റെ പരിചയത്തിൽ. സാറെന്നെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ സാറ് അതിന് പകരമായിട്ട് തൽക്കാലത്തിന് ബുള്ളറ്റ് കിട്ടുന്നിടം വരെ ഓടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നൊരു വണ്ടിയാണ്. എൻ്റെ വണ്ടിയല്ല ഇത്. അപ്പോൾ എന്ത് പറ്റിയെന്നറിയാം, ഇത് കുറേ പഴക്കമുള്ള വണ്ടിയാണ്. പക്ഷേ വണ്ടി നല്ല കണ്ടീഷനാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം വെള്ളായണി അമ്പലം കഴിഞ്ഞാൽ കയറ്റം ഇങ്ങോട്ട് കയറി വന്നപ്പം അവിടെ വെച്ച് വണ്ടി അങ്ങ് ഓഫായി. ഓഫായെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കൈ കൊടുത്താൽ പോകത്തില്ല വണ്ടി, അവിടെ അങ്ങ് നിൽക്കും. പിന്നെ ഓഫായി പോകും, പിന്നെ കൈ കൊടുത്താൽ പറ്റത്തില്ല. അപ്പം കൊണ്ട് കാണിച്ചപ്പം എല്ലാം മൊത്തം അഴിച്ച് നോക്കിയിട്ട് എന്തോ വയറ് ലൂസാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയാക്കി ഇഞ്ഞു വിട്ടു. സത്യം പറഞ്ഞാൽ കുഴിയിലിറക്കാനൊക്കെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി തന്ന് കുഴിക്കകത്ത് ഞാൻ വണ്ടിയും കൊണ്ടിറങ്ങി. പക്ഷേ അതിലും വലിയ കുഴിയിൽ അങ്ങോട്ട് വന്ന വഴിക്ക് ചാടിയത്. അയ്യോ, ഈ എന്തെന്നാ പണ്ട് പറയത്തില്ല, ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന്. പാമ്പും കടിച്ചവനെ വീണ്ടും തലേ തേങ്ങ വീണ അവസ്ഥയായിപ്പോയി എൻ്റേത്. എന്തോ പറയാനാന്ന് പറ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ശരിയായിക്കൊണ്ട് വന്ന് പോത്തീസിൽ കയറി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. എന്നിട്ട് ഗോതമ്പ് പൊടിക്കാൻ പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു. പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറിയിട്ട് തിരിച്ചിറങ്ങിയ വഴിക്ക് ദാണ്ട കിടക്കുന്നത് വീണ്ടും ഓഫായിപ്പോയി. അപ്പോൾ അവിടെ കയറിയപ്പോഴാണ് കറക്റ്റ് വിവരം അറിഞ്ഞത്. സംഭവം വേറൊന്നുമല്ല, ഇതിൻ്റെ ഒരു അഡാപ്റ്റർ പോയിരിക്കുക. അഡാപ്റ്റർ, അതായത് പ്ലഗോ അഡാപ്റ്റർ എന്തൊരു സാധനം, എന്തായാലും അയച്ചു നോക്കി എന്നെ കാണിച്ചെന്ന് ഞാൻ കാണിച്ചായിരുന്നല്ലോ വീഡിയോയിൽ. അഡാപ്റ്റർ പോയി. അപ്പോൾ എന്നിട്ട് അഡാപ്റ്ററൊക്കെ അയാൾ എന്ത് ചെയ്തു, അവിടെ എവിടെയൊക്കെ തപ്പി ഒരു വേറൊരു അഡാപ്റ്ററൊക്കെ കണ്ടുപിടിച്ച് അഡാപ്റ്ററൊക്കെ ഇട്ട് എന്തായാലും വണ്ടി ശരിയായി കിട്ടി. അത് കഴിഞ്ഞിട്ട് നേരെ ഗോതമ്പും പൊടിച്ചിട്ട് നേരെ തിരിച്ചു വന്നു. പിന്നെ വേറൊരു സംഭവം എന്താ പറയുക, ഞാൻ അവിടെ വെച്ച് പറയാമെന്ന് പറഞ്ഞില്ലയോ, പോത്തീസിൽ വെച്ച്. പോത്തീസിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡല്ല കേട്ടോ. ഞാനിവിടുന്ന് വെളിയിൽ നിന്ന് ഷൂട്ടൊക്കെ ചെയ്തിട്ട് നേരെ അകത്തോട്ട് ഈ ലഗേജ് വെക്കുന്ന ഒരു കൗണ്ടറുണ്ട്. അവിടെ ഈ നമ്മുടെ ബാഗും കൊണ്ട് അകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ലഗേജ് വെക്കുന്ന ഒരു കൗണ്ടറിൽ ഞാൻ എന്ത് ചെയ്തു,
ഈ ലഗേജ് വെക്കാൻ വേണ്ടിയിട്ട് ക്യാമറയൊക്കെ പിടിച്ച് ഷൂട്ട് ചെയ്ത് തന്നെ പോയി. അവിടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ലെന്ന്. സത്യത്തിൽ ഈ സംഭവം എനിക്ക് നേരത്തെ അറിയാം. കാരണം എന്താണെന്നറിയോ, ഈ പോത്തീസ് വെള്ളായണി പോത്തീസിൻ്റെ ഉദ്ഘാടന സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. പോത്തീസ് മൊത്തത്തിലൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ച് പോയതാണ്. പക്ഷേ അന്ന് അവർ പറഞ്ഞു ഇത് ഇവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലെന്ന്. സത്യം പറഞ്ഞാൽ ഞാനത് മറന്നുപോയി. ഇന്ന് നേരെ കയറി കഴിഞ്ഞപ്പം എന്തായാലും അതൊന്നും സംഭവം ഷൂട്ടിംഗ് ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടുന്ന് നേരെ സാധനം വാങ്ങിച്ചുകൊണ്ടിറങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ എവിടാ പെട്രോളും ഒക്കെ അടിച്ചു, വണ്ടി ശരിയാക്കി, ഗോതമ്പ് പൊടിച്ചുകൊണ്ട് വന്നു, മില്ലിൽ കയറി. എന്നിട്ട് നേരെ ഇനിയിപ്പോൾ പോയി ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചോറും കൊണ്ടേച്ച് കിടന്നൊന്ന് മയങ്ങണം. പിന്നെ ഇന്ന് വൈകിട്ടത്തെ പരിപാടി എന്ന് പറഞ്ഞാലേ അച്ഛനും അമ്മയും ഞാനും കൂടെ കണ്ണമ്മൂല വരെ പോകുന്നുണ്ട്. വേറൊന്നുമല്ല, അച്ഛനെയും കൊണ്ട് ഒരു ഫിസിഷ്യനെ കാണിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ വൈകിട്ടത്തെ പരിപാടി അങ്ങനെയാണ്. ആ വിശേഷങ്ങളും ഒക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ LS ജേണി ബൈ ദീപിൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തീർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.